ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 9ാമത്തെ യൂണിറ്റ്. എന്താ യൂണിറ്റിൻ്റെ പേര്? ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ നോവിക്കാതെ. ആ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് 1ാമത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഡീറ്റെയിൽഡ് നോട്ട്സ് ആണ്. നോക്കിയോളൂ. ഡസ് എയർ പൊല്യൂഷൻ കോസ് ചേഞ്ചസ് ഇൻ ദ കമ്പണൻസ് ഓഫ് എയർ? അതായത് വായു മലിനീകരണം മൂലം വായുവിലെ ഘടകങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമോ? ആൻസർ എന്താണ്? വെൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ ഈസ് മിക്സഡ് വിത്ത് ദ കെമിക്കൽ സബ്സ്റ്റൻസസ് ദ ക്വാണ്ടിറ്റി ഓഫ് നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂൻസ് ഇൻ ദ എയർ ചേഞ്ചസ്. അതായത് അറ്റ്മോസ്ഫിയറിക് എയറിൽ നമ്മുടെ ഈ കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ആ നാച്ചുറലായിട്ട് നമ്മുടെ എയറിൽ എന്തൊക്കെ ഉണ്ടോ അവയുടെ ക്വാണ്ടിറ്റിയിൽ എന്ത് വരുന്നു? ചേഞ്ച് വരുന്നു. മനസ്സിലായോ? അന്തരീക്ഷ വായുവിൽ രാസവസ്തുക്കൾ കലരുമ്പോൾ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവുകൾക്ക് മാറ്റം വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എയർ പൊല്യൂഷൻ? എന്താണ് വായു മലിനീകരണം? എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ദ മിക്സിംഗ് ഓഫ് സ്മോക്ക്, ടോക്സിക് ഗ്യാസസ് ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ. എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വായു മലിനീകരണം ഇസ് കോസ്ഡ് നടക്കുന്നത് എങ്ങനെയാണ്? ബൈ ദ മിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കലർത്തുന്നു. എന്ത് കലർത്തുന്നു? സ്മോക്ക് ആൻഡ് ടോക്സിക് ഗ്യാസസ്, പുകയും പിന്നെ ടോക്സിക് ഗ്യാസസ് എന്ന് വെച്ചാൽ വിഷവാതകങ്ങളും, ആൻഡ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ്, മറ്റ് രാസപദാർത്ഥങ്ങളും എവിടെ മിക്സ് ആവുന്നു? ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ, അന്തരീക്ഷത്തിലുള്ള അന്തരീക്ഷ വായുവിൽ സ്മോക്ക്, ടോക്സിക് ഗ്യാസസ്, മറ്റ് അതർ കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. വൈൽഡ് ഫയേഴ്സ് ആൻഡ് നാച്ചുറൽ ഫിനോമിന ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് എർത്ത്ക്വേക്സ് ആൾസോ കോൺട്രിബ്യൂഷൻ ടു എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷന് കാരണമാകുന്ന മറ്റു കാര്യങ്ങളാണ് വൈൽഡ് ഫയേഴ്സിന് കാട്ടുതീ, ആൻഡ് നാച്ചുറൽ ഫിനോമിന പിന്നെ പ്രകൃതി പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ആൻഡ് എർത്ത് ഭൂകമ്പം, ഇതൊക്കെ എയർ പൊല്യൂഷന് കാരണമാകുന്നു. അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനം, പിന്നെ എർത്ത് ഭൂകമ്പം, അങ്ങനെയുള്ള നാച്ചുറൽ ഫിനോമിനാസും പിന്നെ വൈൽഡ് ഫയേഴ്സ് എന്ന് വെച്ചാൽ കാട്ടുതീ എന്നിവ എന്തിന് കാരണമാകുന്നു? ആൾസോ കോൺട്രിബ്യൂട്ട് ടു എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. അടുത്തത്, ഇൻഡിസ്ക്രിമിനേറ്റ് actions of human beings are the main cause of air pollution. ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ഷൻ എന്ന് വെച്ചാൽ വിവേചനരഹിതമായ പ്രവൃത്തി. ആരുടെ? ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരുടെ. ഇൻഡിസ്ക്രിമിനേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവൃത്തിയും അത് മെയിൻ കോസ് ഓഫ് എയർ പൊല്യൂഷൻ, വായു മലിനീകരണത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ്. അപ്പോൾ എന്താണ് വായു മലിനീകരണം? അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റു രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് വായു മലിനീകരണം സംഭവിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായു മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായു മലിനീകരണത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ്? ഏതെല്ലാം രീതിയിലാണ് എയർ പൊല്യൂഷൻ നടക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ്? അതവിടെ 1, 2, 3 നമ്പർ ഇട്ടിട്ടില്ല, പക്ഷേ 1 by 1 ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് നമ്മൾ കത്തിക്കുന്നതിലൂടെ. ഒന്ന്, ഇതെല്ലാം പഠിക്കേണ്ട, കുറച്ച് പഠിച്ചാൽ മതി. ഒരു 4-5 എണ്ണം പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിലൂടെ. എന്താണ് ഫോസിൽ ഫ്യൂവൽസ്? നമ്മുടെ കൽക്കരി, പെട്രോളിയം, ഡീസൽ, ഇതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസിൻ്റെ കത്തിക്കുന്നതിലൂടെ. സ്മോക്ക് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസിൽ നിന്നുള്ള പുക. വൈൽഡ് ഫയേഴ്സ്, കാട്ടുതീ. മൈനിങ്, ഖനനം. ബേണിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്പ് റെസിഡ്യൂസ് എന്ന് വെച്ചാൽ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ. അവശിഷ്ടങ്ങൾ. അപ്പോൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ ബേൺ കത്തിക്കുന്നതിലൂടെ. അടുത്തത് യൂസ് ഓഫ് ഫയർ വർക്ക്സ് എന്ന് പറഞ്ഞാലോ ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത്, അതും വായുമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ യൂസ് ഓഫ് ഫയർ വർക്ക്സിൻ്റെ യൂസ്. പിന്നെ സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, വ്യവസായശാലകളിൽ നിന്നുള്ള പുക. ദെൻ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അവിടെ നിന്നുള്ള പുകയും പൊടിപടലങ്ങളും ഒക്കെ എയർ പൊല്യൂഷന് കാരണമാകുന്നു. അടുത്തത് വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. എർത്ത് ഭൂകമ്പം. അടുത്തത് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, രാസ കീടനാശിനികളുടെ ഉപയോഗം. ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇതിലേതെങ്കിലും ഒരു 5 എണ്ണമൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. ഏതെല്ലാം രീതിയിൽ വായു മലിനീകരണം നടക്കുന്നുണ്ട്? പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ, ദെൻ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക, കാട്ടുതീ, ഖനനം, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുക,
കരിമരുന്നിൻ്റെ ഉപയോഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, രാസകീടനാശിനികളുടെ ഉപയോഗം. ഈ പറയുന്ന രീതികളിലൊക്കെയാണ് വായു മലിനീകരണം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനെ, വിറകടുപ്പ്, മണ്ണെണ്ണ സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? അതായത് വിറകടുപ്പിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിറക്. മണ്ണെണ്ണ സ്റ്റൗവിൽ മണ്ണെണ്ണ, ഗ്യാസ് സ്റ്റൗവിൽ LPG, CNG, ബയോഗ്യാസ് 3 ഉപയോഗിക്കാറുണ്ട്. LPG, CNG, ബയോഗ്യാസ്. ഐഡൻറ്റിഫൈ ദ ഫ്യുവൽ യൂസ്ഡ് ഇൻ ഫയർവുഡ് സ്റ്റൗ, കെറോസിൻ സ്റ്റൗ ആൻഡ് ഗ്യാസ് സ്റ്റൗ. ഫയർവുഡ് എന്ന് വെച്ചാൽ വിറകടുപ്പിൻ്റെ സ്റ്റൗ, വിറകടുപ്പ്, പിന്നെ കെറോസിൻ സ്റ്റൗ, മണ്ണെണ്ണ സ്റ്റൗ, പിന്നെ ഗ്യാസ് സ്റ്റൗ. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യുവൽ ഏതാണ്? ഫയർവുഡ് സ്റ്റൗവിൽ ഫയർവുഡ്, കെറോസിൻ സ്റ്റൗവിൽ കെറോസിൻ, ഗ്യാസ് സ്റ്റൗവിൽ LPG, CNG, ബയോഗ്യാസ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, ബയോഗ്യാസ് അറിയാമല്ലോ. അടുത്ത ക്വസ്റ്റ്യനെ, വാട്ട് കെമിക്കൽസ് ആർ റിലീസ്ഡ് വെൻ ബേണിംഗ് ഫ്യൂവൽസ് സച്ച് ആസ് ഫയർവുഡ്, കെറോസിൻ ആൻഡ് കുക്കിംഗ് ഗ്യാസ്? ഈ കുക്കിംഗ് ഗ്യാസ്, കെറോസിൻ, ഫയർവുഡ് ഇതൊക്കെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുറത്ത് വരുന്ന കെമിക്കൽസ് എന്തൊക്കെയാണെന്ന്. വെൻ ഫ്യൂവൽസ് ലൈക്ക് വുഡ്, കെറോസിൻ ആൻഡ് കുക്കിംഗ് ഗ്യാസ് ആർ ബേൺഡ്. ഈ വുഡ് എന്ന് വെച്ചാൽ വിറക്, കെറോസിൻ മണ്ണെണ്ണ, കുക്കിംഗ് ഗ്യാസ് ഇങ്ങനെയുള്ള ഫ്യൂവൽസൊക്കെ നമ്മൾ ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ ദ കെമിക്കൽ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആർ മെയിൻലി ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ, പിന്നെ എന്താണ് ചെറിയ സൂക്ഷ്മ കണികകളായിട്ടുള്ള പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ, അതാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഫ്യൂവൽസ് കത്തിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് പുറത്ത് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ ഒന്ന് നൈട്രജൻ ഡൈ ഓക്സൈഡ്, പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ. വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കൾ ഏതെല്ലാമാണ്? വിറക്, മണ്ണെണ്ണ, പാചകവാതകം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായും പുറത്തു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു കൺട്രോൾ എയർ പൊല്യൂഷൻ ഇൻ ദ കിച്ചൺ ഡ്യൂ ടു ബേണിംഗ് ഓഫ് കുക്കിംഗ് ഗ്യാസ്? ഈ കുക്കിംഗ് ഗ്യാസ് കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ തടയാന്ന്, എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാമെന്ന്. കൺസ്ട്രക്ഷൻ ഓഫ് ചിമ്മിനി നിർമ്മിക്കുക, പ്രോപ്പർ വെന്റിലേഷൻ, മതിയായ വെന്റിലേഷൻ അല്ലേ, മതിയായ വായു വെളിച്ചമൊക്കെ കടക്കത്തക്ക വിധത്തിൽ ഓപ്പൺ ചെയ്തിടണം, അതാണ് പ്രോപ്പർ വെന്റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോപ്പർ വെന്റിലേഷൻ, ദെൻ പ്രോപ്പർ സ്റ്റൗ മെയിൻ്റനൻസ്, അടുപ്പൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ചിമ്മിനി നിർമ്മിക്കൽ, മതിയായ വെന്റിലേഷൻ, ദിവസവും അടുപ്പ് വൃത്തിയാക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫ്യൂവൽസ് കോമൺലി യൂസ്ഡ് ഇൻ വെഹിക്കിൾസ്? വാഹനങ്ങളിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന്. പെട്രോൾ, ഡീസൽ, CNG, LPG. ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യനെ, ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ പെട്രോൾ ഓർ ഡീസൽ വെഹിക്കിൾസ് കോസ് എയർ പൊല്യൂഷൻ? ഈ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് എങ്ങനെയാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നതെന്ന്. ഈ ഒരു യൂണിറ്റിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുകയാണ്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ നിങ്ങൾ ഇനി കുറച്ചുകൂടെ വലുതായി, നിങ്ങൾ വണ്ടിയൊക്കെ വാങ്ങുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നതെന്ന് നോക്കിയോളൂ. വെൻ ഓട്ടോമൊബൈൽ എൻജിൻസ് ആർ ഓപ്പറേറ്റഡ് യൂസിങ് ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോൾ, ഡീസൽ എന്നീ ഫ്യൂവൽസ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ എൻജിൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂവൽസ് ഉപയോഗിച്ച് നമ്മൾ ഓട്ടോമൊബൈൽ എൻജിൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, ഓട്ടോമൊബൈൽ എൻജിൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എൻജിൻ ഉപയോഗിക്കുമ്പോൾ എന്താണ്? സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ആർ റിലീസ്ഡ്. എന്തൊക്കെ സാധനങ്ങളാണ് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരുന്നത്, ഈ എൻജിൻ്റെ അകത്തുനിന്ന് പുറത്ത് വരുന്നത്? സൾഫർ ഡൈ ഓക്സൈഡ് വരും, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ് വരും, പിന്നെ കാർബൺ മോണോക്സൈഡ് വരും. അപ്പോൾ പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് അല്ലേ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ചെറിയ കണികകൾ എന്നുള്ളതാണ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്. ഇതൊക്കെ പുറത്ത് വരുന്നുണ്ട്. മിക്സിംഗ് ഓഫ് ദീസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ആൾസോ കോസസ്
എയർ പൊല്യൂഷൻ. ഈ പറയുന്ന സാധനങ്ങൾ നമ്മുടെ എയറുമായിട്ട് മിക്സ് ചെയ്യുന്നു, എയറുമായിട്ട് അല്ലെങ്കിൽ വായുവിൽ കലരുന്നു. ഇത് എയർ പൊല്യൂഷന് കാരണമാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓട്ടോമൊബൈൽ എൻജിൻസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്നിവയൊക്കെ പുറത്തു വരുന്നു. പുറത്തു വരുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എയറുമായിട്ട് മിക്സ് ആവുന്നു. എയറുമായിട്ട് മിക്സ് ആകുമ്പോൾ അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. അപ്പോൾ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വർധനവ് എങ്ങനെയാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്തു വരുന്നുണ്ട്. ഇവ വായുവിൽ കലരുന്നത് വായു മലിനീകരണത്തിന് കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യനെ, ഹൗ ക്യാൻ വി റെഡ്യൂസ് എയർ പൊല്യൂഷൻ ബൈ ഓട്ടോമൊബൈൽസ്? വാഹനങ്ങൾ വഴിയുള്ള എയർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കുറയ്ക്കാം? 1. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. അതായത് നമ്മുടെ KSRTC ബസ്സൊക്കെ ഉപയോഗിക്കുക. അവോയ്ഡ് യൂസിങ് ലാർജ് വെഹിക്കിൾസ് വെൻ ട്രാവലിംഗ് എലോൺ. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വലിയ വെഹിക്കിൾസൊക്കെ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. വലിയ കാറാണ് നമുക്ക് വീട്ടിലുള്ളത്, നമുക്ക് ഒരാൾ മാത്രമായിട്ട് ഒരു സ്ഥലത്ത് വരെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ വലിയ കാർ എടുത്ത് പോവേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, പ്രാക്ടീസ് വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ്. കാൽനട യാത്ര, സൈക്കിൾ യാത്ര എന്നിവ പ്രാക്ടീസ് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ നമ്മൾ കാൽനടയായിട്ടും സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുക എന്ന്. മെയിൻറ്റെയിൻ യുവർ വെഹിക്കിൾ വെരി വെൽ. നന്നായിട്ട് നമ്മൾ നമ്മുടെ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്വിച്ച് ഓഫ് ദി എൻജിൻ വെൻ ദ വെഹിക്കിൾ നീഡ്സ് ടു ബി സ്റ്റോപ്പ്ഡ് ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം വണ്ടി നിർത്തിയിടേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ എൻജിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വാഹനങ്ങൾ വഴിയുള്ള എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ. വാഹനങ്ങൾ വഴിയുള്ള വായു മലിനീകരണം നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. കാൽനടയാത്ര, സൈക്കിൾ യാത്ര എന്നിവ ശീലമാക്കുക. വാഹനം നന്നായി പരിപാലിക്കുക. വാഹനം കൂടുതൽ നേരം നിർത്തിയിട്ടേണ്ടി വരുമ്പോൾ എൻജിൻ ഓഫ് ചെയ്യുക. അടുത്തത്, ഹൗ ഡസ് സ്മോക്ക് ടെസ്റ്റിംഗ് ഹെൽപ്പ് ടു റെഡ്യൂസ് എയർ പൊല്യൂഷൻ? പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നതെന്ന്? സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ് കണ്ടെയ്ൻസ് മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ്. അതായത് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. സ്മോക്ക് ടെസ്റ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട്, പുക പരിശോധന നടത്തുന്നത് ടു ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കാൻ വെദർ ദ സ്മോക്ക് ഓഫ് വെഹിക്കിൾസ്, ആ വെഹിക്കിൾസിൻ്റെ സ്മോക്കിൽ അല്ലെങ്കിൽ വാഹനങ്ങളുടെ പുകയിൽ കണ്ടെയ്ൻസ് അടങ്ങിയിട്ടുണ്ടോ എന്ന്. മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട് ഓഫ് ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ്. ദോഷകരമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പെർമിസിബിൾ എമൗണ്ട് എന്ന് വെച്ചാൽ അനുവദനീയമായ അതിലും കൂടുതലുണ്ടോ, മോർ ദാൻ ദ പെർമിസിബിൾ എമൗണ്ട്, അനുവദനീയമായ അളവിലും കൂടുതൽ ഹാംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മോക്ക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. By smoke testing, it can be detected whether vehicle emissions contain more harmful chemical substances due to engine failure, age of vehicles and impurities in fuel. അതായത് എൻജിൻ ഫെയിലുവർ, എൻജിൻ തകരാർ, ഏജ് ഓഫ് വെഹിക്കിളിൻ്റെ ഏജ്, അതായത് വെഹിക്കിളിൻ്റെ കാലപ്പഴക്കം, പിന്നെ ഇമ്പ്യൂരിറ്റീസ് ഇൻ ഫ്യൂവലിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂവലിൽ എന്തെങ്കിലും മായം കടന്നിട്ടുണ്ടോ, ഇന്ധനങ്ങളിലെ മായം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് കെമിക്കൽ സബ്സ്റ്റൻസ്, ഒരുപാട് ദോഷകരമായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ വാഹനങ്ങളുടെ പുകയിൽ അടങ്ങാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ സ്മോക്ക് ടെസ്റ്റിങ്ങിലൂടെ പരിശോധിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നത്? വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന നടത്തുന്നത്. എൻജിൻ തകരാർ, കാലപ്പഴക്കം, ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധിക്കുന്നതിലൂടെ കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മേന്മ എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾസ് ഡു നോട്ട് എമിറ്റ് കാർബൺ ഓർ സ്മോക്ക് ലൈക്ക് പെട്രോൾ ഡീസൽ വെഹിക്കിൾസ്. അതായത് പെട്രോൾ ഡീസൽ വെഹിക്കിൾസ് എമിറ്റ് ചെയ്യുന്നത് പോലെ കാർബണോ മറ്റു പുകകളോ ഒന്നും ഇലക്ട്രിക് വെഹിക്കിൾസ് എമിറ്റ് ചെയ്യുന്നില്ല.
ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ എ സൊല്യൂഷൻ ഫോർ എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ വെഹിക്കിൾസ്. വാഹനങ്ങൾ മൂലമുള്ള എയർ പൊല്യൂഷന് ഒരു നല്ല പരിഹാരമാണ് എന്താണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ മേന്മ എന്താണ്? പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ പുറത്തുവിടുന്നില്ല. വാഹനങ്ങൾ മൂലമുള്ള വായു മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ.